ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോയിൽ വാട്ടർ പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പം എന്താണ് സോയിൽ വാട്ടർ പൊട്ടൻഷ്യൽ? സോയിൽ വാട്ടർ പൊട്ടൻഷ്യൽ, ഇറ്റ് ഈസ് ദ measure of the tenacity with which water is retained in the soil and shows the forces per unit area that must be exerted to remove from the soil. അതായത് നാം എത്രത്തോളം ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ വാട്ടർ എത്രത്തോളം ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് സോയിൽ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്, എത്രത്തോളം ഫോഴ്സ് ഉപയോഗിച്ച് വേണം ഈ വാട്ടറിനെ സോയിലിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട്, അത് മെഷർ ചെയ്യുന്ന യൂണിറ്റാണ് സോയിൽ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ, മെഷേർഡ് യൂഷ്വലി വിത്ത് റെസ്പെക്ട് ടു ഫ്രീ വാട്ടർ. ഫ്രീ വാട്ടർ എനർജി, ഒരു ഫ്രീ വാട്ടറിൻ്റെ എനർജിയോട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ പൊട്ടൻഷ്യൽ എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്നത്. Measured in terms of the potential energy of water in the soil, measured usually with respect to that of the free water. It is expressed in atmosphere. പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് അറ്റ്മോസ്ഫിയർ, ബാർ, ഇതെല്ലാം പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. ഈ രണ്ട് യൂണിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ നോർമലി സോയിൽ വാട്ടർ പൊട്ടൻഷ്യൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ആവറേജ് എയർ പ്രഷർ അറ്റ് ദ സീ ലെവൽ. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് എയർ പ്രഷർ അറ്റ് ദി സീ ലെവൽ. ഓക്കെ, അപ്പം ഇതാണ് സോയിൽ വാട്ടർ പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദി ടെനസിറ്റി വിത്ത് വിച്ച് വാട്ടർ ഈസ് റീറ്റെയിൻഡ് ഇൻ ദ സോയിൽ. ടെനസിറ്റി എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്താനുള്ള കഴിവ്. വെള്ളത്തിന് സോയിലിൽ അതായത് മണ്ണിന് വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് സോയിൽ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ ഇത് കാണിക്കുന്ന ആൻഡ് ഷോസ് ദ ഫോഴ്സസ് പെർ യൂണിറ്റ് ഏരിയ. എത്രത്തോളം ഫോഴ്സ് ഉപയോഗിച്ച് ഒരു യൂണിറ്റ് ഏരിയയിൽ നമ്മൾ എത്രത്തോളം ഫോഴ്സ് കൊടുത്താലാണ് ആ മണ്ണിലുള്ള വെള്ളത്തെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്, അത് മെഷർ ചെയ്യുന്നത് ഇതും ഈ സോയിൽ വാട്ടർ പൊട്ടൻഷ്യൽ വെച്ച് തന്നെയാണ്. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് സോയിൽ വാട്ടർ പൊട്ടൻഷ്യൽ? എന്തൊക്കെ കമ്പോണൻസ് ആണ് സോയിൽ വാട്ടർ പൊട്ടൻഷ്യലിനുള്ളത്? മെയിനായിട്ടും 3 കമ്പോണൻസ് ആണ് ഈ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളത്. അതായത് പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ബാർ അല്ലെങ്കിൽ 0 അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതിലേക്ക് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ച് നമ്മൾ എനർജി കോൺസെപ്റ്റ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ, പ്യുവർ വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതേസമയം അതിലോട്ട് എത്രത്തോളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് പ്യുവർ വാട്ടർ എത്രത്തോളം ഡൈല്യൂട്ടഡ് അല്ലെങ്കിൽ സൊല്യൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പം അത് എത്രത്തോളം ഡിസോൾവ് ആവുന്നത് വെച്ചിട്ട് ഈ വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലേ പറഞ്ഞത്, 0. അപ്പം പൊട്ടൻഷ്യൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും എന്നും പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം അത് 3 രീതിയിലാണ് ഈ റിഡക്ഷൻ സംഭവിക്കുന്നത്. വാട്ടർ പൊട്ടൻഷ്യൽ 0 ബാസിൽ നിന്ന് താഴെ പോകാൻ 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ദ സോയിൽ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഇസ് ദിസ് കൊളോയിഡൽ സോയിൽ മാട്രിക്സ്. കൊളോയിഡൽ സോയിൽ മാട്രിക്സ് എന്ന് വെച്ചാൽ സോയിലിൽ കുറേ സാധനങ്ങൾ വന്ന് ഇങ്ങനെ അഡ്ഹർ ചെയ്ത് പിടിച്ചു നിൽക്കും, അതായത് അലിഞ്ഞു ചേരുകയല്ല, പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സോയിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് കാരണം എന്ത് സംഭവിക്കും? ഈ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. പിന്നെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടും പൊട്ടൻഷ്യൽ കുറഞ്ഞു നിൽക്കും. ഇനി വാട്ടർ പൊട്ടൻഷ്യൽ റെഡ്യൂസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സൊല്യൂട്ട്സ് ഈസ് നോൺ ആസ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ട് കുറയുന്ന പൊട്ടൻഷ്യലിനെ നമ്മൾ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡ്യൂ ടു സോയിൽ കൊളോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ മാട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയും. സോയിൽ കൊളോയിഡ്സ് കാരണമാണ് സോയിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറയുന്നതെങ്കിൽ അതിന് നമ്മൾ മാട്രിക് പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്. ദെൻ കംസ് ദി റിഡക്ഷൻ ഇൻ വാട്ടർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഗ്രാവിറ്റി ഫോംസ്. ഗ്രാവിറ്റി കാരണമാണ് വാട്ടർ പൊട്ടൻഷ്യൽ കുറയുന്നതെങ്കിൽ നമ്മളതിനെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയും. അങ്ങനെ 3 പൊട്ടൻഷ്യൽസ് ആണ് സോയിൽ വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ളത്: ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ, മാട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ദി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ഓസ്മോസിസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നമ്മൾ
പ്യുവർ വാട്ടറും തൊട്ടപ്പുറത്തൊരു സുക്രോ സൊല്യൂഷനും ഒരു വലിയ ബീക്കറിനകത്ത് ഒരു ചെറിയൊരു ഒരു മെംബ്രെയിൻ വെച്ചിട്ട്, അതായത് ഡിഫറൻഷ്യലി പെർമിയബിൾ മെംബ്രെയിൻ, അതായത് അത് എല്ലാ മോളിക്യൂൾസും ഇപ്പുറത്തെ സൊല്യൂഷനിലോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. എന്നാൽ ചില പാർട്ടിക്കിൾസ് ഇപ്പുറത്തെ സൊല്യൂഷൻ, അതായത് ചെറിയ ട്രാൻസ്ഫർ, ചില പാർട്ടിക്കിൾസ് മാത്രം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു മെംബ്രെയിനാണ് ഈ ഡിഫറൻഷ്യലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഭാഗത്ത് പ്യുവർ വാട്ടറും ഇപ്പുറത്തെ ഭാഗത്ത് സുക്രോ സൊല്യൂഷനും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ പ്യുവർ വാട്ടറിലേക്ക് ഈ സുക്രോ സൊല്യൂഷനിൽ നിന്നുള്ള സുക്രോസ് ഇറങ്ങി ഇത് രണ്ടിലും ഏകദേശം ഒരുപോലെ സുക്രോസിൻ്റെ കണ്ടൻറ്റ് വരും. ഓക്കെ, അങ്ങനെ പോകുന്ന ആ പ്രോസസ്സിനാണ്, അതായത് തൊട്ടിപ്പുറത്തെ സൊല്യൂഷനിൽ നിന്ന് ആ സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സൊല്യൂട്ട്സ് പ്യുവർ വാട്ടറിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓസ്മോസിസ് എന്ന് പറയുന്നത്. അതുമൂലം ഉണ്ടാകുന്ന വാട്ടർ പൊട്ടൻഷ്യൽ, അതായത് സൊല്യൂഷൻ സൈഡിൽ ഉണ്ടാകുന്ന വാട്ടർ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്നും പറയുന്നത്. അതുപോലെ when two solutions varying in their osmotic potentials are separated by a differentially permeable membrane, again osmosis will occur. ഇപ്പം രണ്ട് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഉള്ള, അതായത് രണ്ട് സൊല്യൂഷനിലും സൊല്യൂട്ട്സ് ഉണ്ട്, പക്ഷേ ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവായിരിക്കും, തൊട്ടിപ്പുറത്തെ സൊല്യൂഷനിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. എന്നിട്ട് ഈ രണ്ട് സൊല്യൂഷനെ നമ്മളൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴും എന്ത് സംഭവിക്കും, ഓസ്മോസിസ് നടക്കും. എവിടെ നിന്ന് എങ്ങോട്ട്, ഹയർ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഉള്ളിടത്ത് നിന്ന് സ്ലോവർ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഉള്ളിടത്തേക്ക് എന്ത് നടക്കും, ഓസ്മോസിസ് നടക്കും. അതായത് കൂടുതൽ സൊല്യൂട്ട് ഉള്ളിടത്തുനിന്ന് കുറഞ്ഞ സൊല്യൂട്ട് ഉള്ളിടത്തേക്ക് എന്ത് നടക്കും, ഓസ്മോസിസ് നടക്കും. അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണ് അവിടെ ഒരു ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യുന്നത്. അറ്റ് ദിസ് സ്റ്റേജ് ദ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഈസ് 0. ഓക്കെ, അതായത് ആ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പം പിന്നെ അവിടെ ഗ്രേഡിയൻ്റ് ഇല്ല. ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ആ രണ്ട് ഇതിൽ തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഇക്വിലിബ്രിയം വന്നു കഴിയുമ്പോഴത്തേക്കും ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ 0 അല്ല, ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് 0 ആയിരിക്കും. ഓക്കെ, in all normal non-saline agricultural soils, നോർമൽ ആയിട്ടുള്ള സലൈൻ അല്ലാത്ത അഗ്രികൾച്ചറൽ സോയിൽസിൽ the osmotically active solute concentration are not high enough to offer any significant amount of osmotic potential. In such soils osmotic potential of water can be neglected. അതായത് നോർമൽ സോയിൽസിൽ എന്തുണ്ടാവും, ഈ ഓസ്മോട്ടിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂട്ട് കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാൻ മാത്രം, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു കപ്പാസിറ്റി ആ സോയിലിന് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സോയിൽസിൻ്റെ പൊട്ടൻഷ്യൽ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ആ സോയിലിൻ്റേത് നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഇൻ സോൾട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള സോയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ മേ ബിക്കം വെരി സിഗ്നിഫിക്കൻറ്റ് കമ്പണൻറ്റ് ഓഫ് സോയിൽ വാട്ടർ പൊട്ടൻഷ്യൽ. നോർമൽ സോയിൽസ് അല്ലെങ്കിൽ നമ്മുടെ സലൈൻ അല്ലാത്ത സോയിൽസിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ വലിയ പ്രശ്നമല്ല എന്നുണ്ടെങ്കിലും സോൾട്ട് അഫക്റ്റഡ് സോയിൽസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള സോയിലിൽ ഈ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ടാവും, വിച്ച് മേ ബി ലോവർ ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് ദ പ്ലാന്റ് റൂട്ട്സ് മേ ഫെയിൽ ടു അബ്സോർബ് വാട്ടർ ഫ്രം ഇറ്റ്. അതായത് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്തുവാ, സോയിലിൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ റൂട്ടിൽ നിന്നുള്ള, അതായത് ഓസ്മോസിസ് നടക്കുന്ന എപ്പോഴും ഹയർ ടു ലോവർ എന്നല്ലേ പറയുന്നത്. അപ്പം സോയിലിൻ്റെ സലൈനിറ്റി കോൺസെൻട്രേഷൻ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, സലൈൻ കോൺസെൻട്രേഷൻ കൂടുമ്പോഴത്തേക്കും അവിടുത്തെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കുറവായിരിക്കും. സലൈൻ കോൺസെൻട്രേഷൻ സോയിലിൽ കൂടുമ്പോഴത്തേക്കും ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അവിടെ കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പ്ലാന്റ് റൂട്ടിൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ റൂട്ടിൽ നിന്നുള്ള വാട്ടർ കണ്ടൻറ്റ് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അല്ലെങ്കിൽ പ്ലാന്റ് റൂട്ട്സിന് ഇവിടെ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം ഇവിടുത്തെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതലായതുകൊണ്ട് പ്ലാന്റ്സിന് വെള്ളം അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം സോയിൽ നല്ല മോയിസ്റ്റ് ആണെങ്കിൽ പോലും വെള്ളം പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. സംടൈംസ് ഇൻ എക്സ്ട്രീം കേസസ് വാട്ടർ മേ ഈവൻ മൂവ് ഔട്ട് ഫ്രം ദ പ്ലാന്റ് റൂട്ട്സ് ഇൻ ടു ദ സോയിൽ ബൈ ദ പ്രോസസ് ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്. ഇപ്പോൾ എക്സ്ട്രീം കണ്ടീഷനിലായി കഴിയുമ്പോഴത്തേക്കും പ്ലാന്റ് റൂട്ട്സിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് സോയിലിലേക്ക് വരുവാനും കാരണം റിവേഴ്സ് ഓസ്മോസിസ് നടക്കും.
ഓക്കെ, അപ്പം ഇതാണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിൻ്റെ പ്രത്യേകത. പക്ഷേ നോർമൽ സോയിൽസിൽ ഈ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിന് യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാവത്തില്ല. സോൾട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള സോയിൽസിൽ മാത്രമാണ്, അല്ലെങ്കിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലുള്ള സോയിലിലാണ് എന്ത് സംഭവിക്കുന്നത്, ഈ സൊല്യൂട്ട് ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. Next is the matrix potential. Matrix potential is the water held in soil capillaries by adhesion and surface tension greatly contribute to the matrix potential. സോയിലിൻ്റെ മൈക്രോപോസിലുള്ള വെള്ളത്തിനെ സ്വാധീനിക്കുന്നതാണ് മാട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. കാരണം അത് ക്യാപ്പിലറീസിലാണ് കൂടുതലായിട്ടും ഈ മാട്രിക് പൊട്ടൻഷ്യലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. വാട്ടർ മോളിക്യൂൾസ് വിത്ത് ഡൈപോൾ ക്യാരക്ടറിസ്റ്റിക്സ് ആർ റാപ്പിഡ്ലി അട്രാക്റ്റഡ് ബൈ ദി സോയിൽ മാട്രിക്സ്. അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി വാട്ടർ മോളിക്യൂൾ ആൻഡ് ദ സോയിൽ മോളിക്യൂൾ. ഓക്കെ, അത് കൂടുതലും കാണുന്നത് എവിടെയായിരിക്കും? മൈക്രോപോസിലായിരിക്കും. അതുകൊണ്ടാണ് മാട്രിക് പൊട്ടൻഷ്യൽ കൂടുതലായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മൈക്രോപോസിലുള്ള വാട്ടറാണ് എന്ന് പറയാൻ കാരണം. The adhesion of water molecules to soil matrix lowers the water potential in proportion to the intensity of adhesion. ഓക്കെ, അഡ്ഹഷൻ എത്രത്തോളം ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലാണ്, അതായത് ആ വെള്ളവും സോയിലും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം മാട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അത്രത്തോളം ഈ മാട്രിക് പൊട്ടൻഷ്യലിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതേസമയം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അത്രയും മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. In saturated soil where there is almost no adhesion of water molecules to the soil colloids, the matrix potential is about equal to that of the pure water, that is near 0 bars. അതായത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിൽസിൽ, സാച്ചുറേറ്റഡ് സോയിൽ എന്ന് വെച്ചാൽ അവിടെ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലമുള്ള വാട്ടർ റിമൂവൽ കൂടുതലായിട്ടായിരിക്കും നടക്കുന്നത്. കാരണം അധികം വെള്ളം ആവശ്യത്തിൽ കൂടുതലുണ്ട്. അതാണ് സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സോയിലും വാട്ടറും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അഡ്ഹഷൻ വളരെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ മാട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് മേ ബി somewhat approximately equal to that of the pure water. പ്യുവർ വാട്ടറിൻ്റെ പൊട്ടൻഷ്യലിനോട് ഈക്വൽ ആവാനായിട്ടും പറ്റും. അതാണ് നിയർ ദ 0 bars എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് സാച്ചുറേറ്റഡ് സോയിൽസിൻ്റെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലിൻ്റെ കേസാണ് എന്ത് മാട്രിക് പൊട്ടൻഷ്യൽ പ്യുവർ വാട്ടറിൻ്റെ പൊട്ടൻഷ്യലിനോട് ഈക്വൽ ആവുന്നത്. ബാക്കിയുള്ള സോയിൽസിൻ്റെ കേസസിലല്ല. ബട്ട് since all crop production is conducted in unsaturated soils except that of rice, the matrix potential forms a very important component of soil water potential, and it determines the movement of water in soil as well as from soil into the plant roots. ഓക്കെ, അപ്പം നമ്മളുടെ കൃഷി ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ക്രോപ്പ് പ്ലാന്റ്സ് മിക്കതും നമ്മൾ അൺസാച്ചുറേറ്റഡ് സോയിൽസിലാണ് റേസ് ചെയ്യുന്നത്, അല്ലേ? എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് റൈസിൻ്റെ കേസസിലാണെങ്കിൽ നമ്മൾ കണ്ടത്തിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. ആ ഒരു കണ്ടീഷനിൽ മാത്രമാണ് സാച്ചുറേറ്റഡ് കണ്ടീഷൻ നമ്മൾ കൃഷി ചെയ്യുന്നത്. ബാക്കിയെല്ലാം അൺസാച്ചുറേറ്റഡ് കണ്ടീഷനിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പം ഈ മാട്രിക് പൊട്ടൻഷ്യലിന് എന്താ, ഈ വാട്ടർ പൊട്ടൻഷ്യലിൽ തീരുമാനിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. ഇറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഡിറ്റർമൈൻസ്, ഈ മാട്രിക് പൊട്ടൻഷ്യലാണ് വെള്ളം സോയിലിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം മൂവ് ചെയ്യുന്നത്, മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ ദി സോയിൽ ആസ് വെൽ ആസ് ഫ്രം സോയിൽ ഇൻ ടു ദി പ്ലാന്റ് റൂട്ട്സ്. ഇതെല്ലാം തീരുമാനിക്കുന്നത് മാട്രിക് പൊട്ടൻഷ്യൽ ആണ്. Next is the gravitational potential. Third component ആണ് gravitational potential. It is of importance only in saturated soil. ഇതും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിൽസിൽ മാത്രമേ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. Where free water loses its energy and moves in response to gravity as drainage water. ഓക്കെ, അപ്പം ഗ്രാവിറ്റേഷണൽ പുള്ള് കൊണ്ട് വെള്ളം ലോസ് ചെയ്ത് പോകുന്ന വാട്ടറാണ് ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ വാട്ടറിന് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് എന്ത്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇൻ അൺസാച്ചുറേറ്റഡ് സോയിൽ വെർ വാട്ടർ ഈസ് ഹെൽഡ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ബൈ ഫോഴ്സ് ഓഫ് അഡ്ഹഷൻ ആൻഡ് കോഹഷൻ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓഫ് വർക്ക് ക്യാൻ ബി ഈസിലി ഓവർലുക്ക്ഡ്. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ, നമ്മൾ ക്രോപ്പ് പ്രൊട്ടക്ഷൻ നടത്തുന്നത് എപ്പോഴും അൺസാച്ചുറേറ്റഡ് സോയിൽസാണ്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് സോയിൽസിൽ ഒരിക്കലും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന് ഒരു ഇമ്പാക്റ്റും ഉണ്ടാവുന്നത് അല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. So, in normal agricultural soils, the osmotic and the gravitational potential do not influence the soil, water and the plant relation. Okay, അപ്പോൾ നമ്മളൊരു നോർമൽ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ സോയിൽ എടുക്കുകയാണെങ്കിൽ ആ സോയിലിൽ
എന്താ സോയിൽ വാട്ടർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് തീരുമാനിക്കുന്നത് ഓസ്മോട്ടിക് പൊട്ടൻഷ്യലും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ആവത്തില്ല. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഇൻഫ്ലുവൻസ് ഓൺ ദി സോയിൽ വാട്ടർ ആൻഡ് ദി പ്ലാന്റ് റിലേഷൻഷിപ്പ്. വൈൽ മാട്രിക് പൊട്ടൻഷ്യൽ ഓഫ് വാട്ടർ അലോൺ ഡിറ്റർമൈൻസ് ദ അവൈലബിലിറ്റി ഓഫ് മോയ്സ്ചർ ടു ദി പ്ലാന്റ് റൂട്ട്സ്. ഇപ്പോൾ മാട്രിക് പൊട്ടൻഷ്യൽ മാത്രമാണ് നോർമൽ സോയിൽസിൽ എന്ത് തീരുമാനിക്കുന്നത്, എത്രത്തോളം വെള്ളം പ്ലാന്റ് റൂട്ട്സിന് അവൈലബിൾ ആണ് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും എന്ന് തീരുമാനിക്കുന്നത് മാട്രിക് പൊട്ടൻഷ്യൽ മാത്രം ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സോയിൽ വാട്ടർ പൊട്ടൻഷ്യൽ. സോയിൽ വാട്ടർ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ഇതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, എക്സ്പ്രസ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ യൂണിറ്റ്സിലാണ്. ദെൻ കമ്പോണൻസ് എന്ന് പറയുന്നത് 3 കമ്പോണൻസ് ആണ്. അതായത് നമ്മൾ വാട്ടർ പൊട്ടൻഷ്യലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് 3 കാരണങ്ങളാണുള്ളത്. ഒന്ന് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ദ സോയിൽ, ദെൻ ദി കൊളോയിഡൽ സോയിൽ മാട്രിക്സ്, ദെൻ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് 3 പൊട്ടൻഷ്യൽസ് ആണ് വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ കമ്പോണൻസ് ആയിട്ട് 3 പൊട്ടൻഷ്യലാണുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പോലെ 3 പൊട്ടൻഷ്യലാണുള്ളത്. ഒന്ന് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ, ദെൻ കംസ് ദി മാട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഓസ്മോസിസ് മൂലമുണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. കൊളോയിഡൽ മാട്രിക്സ് കാരണം ഉണ്ടാകുന്നതാണ്, സോയിലിൻ്റെ കൊളോയിഡൽ മാട്രിക്സിൽ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് മാട്രിക് പൊട്ടൻഷ്യൽ. ആൻഡ് സോയിലിലുള്ള ഗ്രാവിറ്റേഷണൽ വാട്ടർ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഓക്കെ, അതിൽ നമ്മുടെ നോർമൽ ക്രോപ്പ് പ്രൊഡക്ഷനിൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരേ ഒരു കമ്പോണൻറ്റേ ഉള്ളൂ, മാട്രിക് പൊട്ടൻഷ്യൽ. നോർമൽ സോയിൽസിൽ മാട്രിക് പൊട്ടൻഷ്യൽ മാത്രമാണ് അവൈലബിൾ വാട്ടറിൻ്റെ എമൗണ്ട് തീരുമാനിക്കുന്നത്. ബാക്കി 2 പൊട്ടൻഷ്യലും സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ള ക്രോപ്പ് പ്രൊഡക്ഷനിലാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.